സച്ചി താനെന്തേ കാണിക്കുന്നേ? മിണ്ടിപ്പോരുത്. ബഹളം വെച്ചാ ഈ കത്തി ഞാൻ സാറിന്റെ കഴുത്തിൽ കുത്തിക്കയറ്റും. നഷ്ടപ്പെടാൻ എനിക്ക് ഒന്നുമില്ല. മുകളിൽ ആകാശം, താഴെ ഭൂമിയാ. പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ സാറിനെ ഞാൻ കൊല്ലും. തനിക്ക് എന്താണോ വേണ്ടത്? സമൃദ്ധ ആന്റിക്ക് അമ്മയുടെ ഫ്രണ്ട് അർച്ചന ആന്റി അറിയോ? നീ എന്തൊക്കെയാ മോളെ ആന്റിയോട് ചോദിക്കുന്നേ? ആന്റിക്ക് അവരൊന്നും അറിയത്തില്ല. ആന്റിക്ക് എല്ലാവരെയും അറിയാം അല്ലേ ആന്റി? അതൊന്നും ഇപ്പോഴത്തെ കാര്യങ്ങളല്ല. നീ അതൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞേ. അതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ അവന്തികെ. നീ ചെയ്തു കൂട്ടിയതെല്ലാം എൻ്റെ ഓർമ്മയിൽ അങ്ങനെ തീ പിടിച്ച് നിൽക്കല്ലേ. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എൻ്റെ സച്ചേട്ടനെ ഇല്ലാതാക്കാനുള്ള നിന്റെ ഒരു പദ്ധതി നടക്കില്ല. അതെല്ലാം ഞാൻ തകർത്ത് തരിപ്പണമാക്കും. എന്നിട്ട് വേണം എനിക്കെൻ്റെ സച്ചേട്ടൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോവാൻ. മോളെ, നീ പോയി പഠിക്കാൻ നോക്ക്. എനിക്ക് ആന്റിയോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കും ആന്റി അടുത്ത് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അതൊക്കെ പിന്നെ പറയാം. ആദ്യം അമ്മ സംസാരിക്കട്ടെ. ചെല്ല്, മോൾ പോയിരുന്നു പഠിക്ക്. ദേ, ആന്റി ഉടനെയൊന്നും പോവാൻ പോകുന്നില്ല. സത്യമാണോ ആന്റി? ഇല്ല മോളെ, ആൻറ്റി കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. മോള് പഠിക്ക്, ആൻറ്റി വരാം. സമൃദ്ധ, എനിക്ക് തൻ്റെ ഒരു സഹായം വേണം. എന്ത് സഹായം? സച്ചിയായിട്ടുള്ള കേസിൽ ഗോകുലാണല്ലോ അഡ്വക്കേറ്റ് കമ്മീഷൻ. നാളെയാണ് ഗോകുൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത്. ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവരെ ചതിച്ച് അവന്തിക സ്വന്തമാക്കിയ എല്ലാ സ്വത്തുക്കളും അവന്തിക തിരിച്ചു കൊടുത്തേ പറ്റൂ. ഗോകുലിന്റെ റിപ്പോർട്ട് എനിക്കെതിരായാൽ കേസ് ചിലപ്പോൾ ഞാൻ തോക്കും. അല്ല, അതിന് എനിക്ക് എന്ത് ചെയ്യാനാ പറ്റുക? കേസിന്റെ കാര്യത്തിലൊന്നും ഗൂഗിളിനോട് ഞാനൊന്നും സംസാരിക്കാറില്ല. മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും പറയുന്നത് ഗൂഗിളിന് ഇഷ്ടമല്ല. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എനിക്ക് വേണ്ടി നിനക്ക് ഇത്രയെങ്കിലും ചെയ്തൂടെ? ആ റിപ്പോർട്ട് എനിക്ക് അനുകൂലമാക്കാൻ സമൃദ്ധ വിചാരിച്ച പറ്റും. അതെങ്ങനെ? സ്നേഹനിധിയായ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ വാക്ക് തള്ളിക്കളയില്ലല്ലോ. എനിക്ക് വേണ്ടി നീ ഗൂഗിളിനോടൊന്ന് സംസാരിക്കണം. ഗൂഗിളിൽ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ട് ഞാൻ കണ്ടു കഴിഞ്ഞു അവന്തികെ. നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീഴാൻ പോവുക. സമൃദ്ധ എന്താന്നും മിണ്ടാത്തെ? താൻ നിർബന്ധിച്ച ഗൂഗിള് കേൾക്കും, എനിക്കത് ഉറപ്പാ. ഗൂഗിള് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ നോക്കാം. ഈ കേസിൽ നിന്നല്ല, മറ്റാരുടെ മുമ്പിലും അവന്തിക തോക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്ത ആളല്ലേ. അപ്പോൾ അവന്തിക്ക് വേണ്ടി ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അതല്ലേ ഫ്രണ്ട്ഷിപ്പ്. അവന്തികയുടെ എന്താവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. ഗൂഗിളിനോട് ഇത് സംസാരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. താങ്ക്സ് സമൃദ്ധ. താൻ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം മതി എനിക്ക്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അവന്തികെ, നിന്റെ നാശത്തിന്റെ സമയം അടുത്തു കഴിഞ്ഞു. നിന്റെ കാര്യം ഞാൻ ശരിക്കും ഗൂഗിളിനോട് സംസാരിക്കും. പക്ഷേ അത് നിന്നെ രക്ഷിക്കാനല്ല, നിന്നെ ശിക്ഷിക്കാൻ. നീ ഇതുവരെ എന്നോട് ചെയ്തതിന് കണക്ക് തീർത്ത് നിന്നെ അവസാനിപ്പിക്കാൻ. അതിനുവേണ്ടി ഞാൻ ഗൂഗിളിനോട് സംസാരിക്കും. ശരി ശരി, വിളിക്കാം.
ഏയ് സച്ചി, താൻ എന്തേ കാണിക്കുന്നേ? മിണ്ടിപ്പോവരുത്. ബഹളം വെച്ചാ ഈ കത്തി ഞാൻ സാറിന്റെ കഴുത്തിൽ കുത്തിക്കയറ്റും. നഷ്ടപ്പെടാൻ എനിക്ക് ഒന്നുമില്ല. മുകളിൽ ആകാശം താഴെ ഭൂമിയാ. പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ സാറിനെ ഞാൻ കൊല്ലും. തനിക്ക് എന്താണോ വേണ്ടത്? എന്തിനാ താൻ എന്റെ പിന്നാലെ ശല്യം ചെയ്യുന്നത്? അതൊന്ന് പറയാൻ വേണ്ടി എത്ര തവണ ഞാൻ പിന്നാലെ നടന്നു. സംസാരിക്കാൻ നിങ്ങൾ സമ്മതിച്ചോ? ഇതല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴിയില്ല. മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ചാ സാറിന് കൊള്ളാം. ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. വണ്ടി എടുക്ക് സാറേ. സച്ചി, തനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറ, ഞാൻ കേക്കാം. അത് വേണ്ട. ഇവിടെ വെച്ച് ഇനി ചോദ്യം പറച്ചിലൊന്നും വേണ്ട. ഞാൻ പറയുന്ന സ്ഥലത്ത് അവിടെ വെച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറയും. വണ്ടി എടുക്കണോ? തനിക്കെന്താ ഭ്രാന്ത് പിടിച്ചോ സച്ചി? തന്നോടൊത്തിരി സൗഹൃദം കാണിച്ചു പോയതിന് താൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? 10 വർഷം മുമ്പ് എന്റെ ജീവിതം കവർന്നെടുത്ത് നിങ്ങളാണോ എന്നോട് എങ്ങനെ പെരുമാറണമെന്ന് പറയുന്നത്? ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ എന്നെ കാണാൻ നിങ്ങൾക്ക് സമയമില്ല അല്ലേ? ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറിയാ ഞാൻ വിടുമെന്ന് കരുതിയോ? എനിക്ക് പറയാനുള്ളത് മുഴുവൻ നിങ്ങൾ കേട്ടേ പറ്റൂ. വണ്ടി എടുക്ക് സാറേ. സച്ചി, കത്തി മാറ്റ്. നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. സമാധാനത്തിന്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞു. തന്നോട് വണ്ടി എടുക്കാനല്ലേ പറഞ്ഞേ? എടുക്കണോ വണ്ടി? എങ്ങോട്ടെന്ന് ഞാൻ പറയാം. അതുവരെ ഒരു അനാവശ്യ നീക്കവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ഉണ്ടായ സച്ചി, കത്തി മാറ്റ്. താനെന്താ വലിയ ഗുണ്ടയാണെന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണോ? അല്ല സാറേ, ഇത് നിലയില്ലാതെ നിൽക്കുന്നവന്റെ അവസാനത്തെ കളിയാ. എന്നെയും മരണക്കളി കൊണ്ടെത്തിച്ചത് സാറാ. സച്ചി, സാറേ മിണ്ടായിരുന്നു. വണ്ടി പിടിക്കുക സാറേ. സാറേ എടുത്തോട്ട് പോ. ആ ദാ അവിടെ ദാ ആ കാറ് കിടക്കുന്നിടത്ത് നിർത്തും. ഇറങ്ങും സാറേ. സച്ചി, ഇറങ്ങാൻ. ഇറങ്ങണോ? നടക്ക് സാറേ, നടക്ക്. നടക്കാൻ. എടോ സച്ചി, താൻ അതിന് വിടുക. എന്റെ ജീവിതത്തിനിപ്പോ അതിനും മതിലും ഒന്നുമില്ല സാറേ. ഉണ്ടെങ്കിൽ തന്നെ അതിന് ഉത്തരവാദി നിങ്ങളാ. ഇന്ന് എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞേ പറ്റൂ. നടക്കൂ സാറേ.